ബീഫ് വില വർധനവ് കേരളത്തെ ആകെ വരിഞ്ഞു മുറുക്കാൻ പോവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന കന്നുകാലി വരവിൽ ഇടിവ് സംഭവിച്ചതാണ് വില വർധനവിന് കാരണം. ബീഫിന് കിലോയ്ക്ക് 500 രൂപയ്ക്കടുത്തേക്ക് വില ഉയരുന്നത് ഉപഭോക്താക്കളെയും വ്യാപാരികളെയും ഒരുപോലെ ബാധിക്കും. പൊറോട്ടയും ബീഫ് ഫ്രൈയും ഇല്ലാതെ എന്താഘോഷം? മലയാളികൾക്ക് ബീഫ് വെറുമൊരു ഭക്ഷണമല്ല, മറിച്ചതൊരു വികാരമാണ്. പ്രത്യേകിച്ച് പൊറോട്ടയും ബീഫും കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണക്കൂട്ടുകളിലൊന്നാണ്. ജാതിമതഭേദമന്യേ കേരളത്തിൽ മിക്ക ആളുകളും കഴിക്കുന്ന മാംസങ്ങളിലൊന്നുകൂടിയാണ് ഈ ബീഫ് എന്ന് പറയുന്നത്. എന്നാൽ ഇനി ബീഫ് കഴിക്കാൻ കുറച്ചധികം ചിലവേറുമെന്നുറപ്പായി കഴിഞ്ഞു. കാരണം ബീഫ് വില സംസ്ഥാനത്ത് കുതിക്കുകയാണ്. കന്നുകാലി വരവും ചെക്ക് പോസ്റ്റിലെ കർശന നിയന്ത്രണങ്ങളുമാണ് ഇപ്പോൾ ബീഫ് വിലയെ നിയന്ത്രിക്കുന്നത്. ജൂലൈ 5 മുതൽ ബീഫ് വില വർദ്ധിക്കാൻ ഓൾ കേരള മീറ്റ് മർച്ചന്റ് അസോസിയേഷൻ തീരുമാനിച്ചിരുന്നു. ജനറൽ ബോഡി യോഗമാണ് വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. എല്ലുള്ളതിനാകട്ടെ കിലോയ്ക്ക് 400 രൂപയും എന്നാൽ എല്ലില്ലാത്ത ഇറച്ചി കിലോയ്ക്ക് 460 രൂപയുമായി വർദ്ധിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ലഭ്യത അനുസരിച്ച് ഈ വിലയിലും വ്യത്യാസം വരും. ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കന്നുകാലി വരവ് കേരളത്തിലേക്ക് കൂടുതലായി എത്തുന്നത്. നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ഇതിലെ മാറ്റം തന്നെ സാധിക്കൂ. അതിനായി തമിഴ്നാട്, കർണാടക സർക്കാരുകളും വ്യാപാരികളുടെ ചർച്ചയും നടക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇതാദ്യമായിട്ടല്ല ബീഫിനിങ്ങനെ റെക്കോർഡ് വിലയിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പും ബീഫ് വില വർദ്ധിച്ചിരുന്നു. ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യത്തിനും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. പോരാത്തതിന് പാൽ, പച്ചക്കറി തുടങ്ങി എല്ലാ സാധനങ്ങൾക്കും വലിയ വില കൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ പാചകവാതക വില വർദ്ധിച്ചതും ജനങ്ങൾക്ക് ഇരട്ടിടിയാണ്. എന്തായാലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ബുദ്ധിമുട്ടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബീഫിന്റെ വിലയെല്ലാം കുതിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബീഫ് വില വർദ്ധിപ്പിക്കുക മലബാറിലാണ്. ഇതിന് പിന്നാലെ മറ്റു ജില്ലകളിലേക്കും സാഹചര്യമനുസരിച്ച് വില വർധനവ് നടത്തും. തെക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും നിലവിൽ 520 രൂപ മുതൽ 600 രൂപ വരെയാണ് ബീഫിന് ഈടാക്കുന്നത്. അതിനാൽ തെക്കൻ ജില്ലകളെ അതിവേഗത്തിൽ ഈ ഒരു വില വർധനവ് കീഴ്പ്പെടുത്താൻ സാധ്യതയില്ല. വിലക്കയറ്റം രൂക്ഷമാകുകയാണെങ്കിൽ കടകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ വ്യാപാരികൾ നൽകുന്നു. നേരത്തെ 350 രൂപയായിരുന്നു വില. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.